ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. 1-2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരുന്നൊരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ഹാർട്ട് വാൾ ഡെക്കോറാണ്. ഫെവിക്കോള്, കത്രിക, ക്രേപ്പ് പേപ്പർ, കാർഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാർട്ടിന് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് എടുത്താൽ മതി. ഈ ക്രേപ്പ് പേപ്പർ ഇല്ലാത്തവർക്ക് ചൈനീസ് പേപ്പർ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് കട്ട് ചെയ്യുവാണ്. ഹാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഒരു പെൻ വെച്ചിട്ട് വരച്ചിട്ട് എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാണ്. ഇനി ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്യാൻ ആദ്യം സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഹാർട്ടിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ക്രേപ്പ് പേപ്പർ എന്തെങ്കിലും പെൻസിലോ പെന്നോ വെച്ചിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ക്രേപ്പ് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ വിടവോ കാര്യങ്ങളോ ഒന്നും കാണരുത്. അതായത് കാർഡ്ബോർഡ് കാണുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ലുക്കിനെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് അതിന് വേണ്ട അത്രയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇതൊരു സാറ്റിസ്ഫൈയിങ് പ്രോസസ്സാണ്. ഈ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതായത് ചുരുട്ടുക ഒട്ടിച്ചു കൊടുക്കുക. ഇത് ആ ഒരു ഹാർട്ട് ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇപ്പം തീരും എപ്പം തീരും, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൂടെ വരുമ്പോഴത്തേക്കിനും ആ ഒരു ഭംഗി എടുത്ത് കാണാൻ പറ്റും. ഇനി സെൻറ്റർ പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ക്രേപ്പ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ട സെയിം പ്രൊസീജിയർ തന്നെ. ഞാൻ എടുത്ത് വെച്ചിരുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനകത്തിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നേരത്തെ കണ്ട പോലെ തന്നെ നിങ്ങൾ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക, ചുരുട്ടി കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഹാർട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തപ്പോൾ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് ഹാർട്ടിന് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കിങ്ങനെ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ച സമയത്ത് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പേപ്പേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. എന്നാൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ദെൻ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് വള്ളോ അല്ലെങ്കിൽ കബോർഡിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഹാർട്ടിനും കൂടെ LED ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആ മണി പ്ലാന്റ് ഞാൻ സൈഡിലോട്ട് നീക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.